RIS ഫുട്ബോൾ ഫാമിലി പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ലാറ്റിൻ അമേരിക്കൻ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ. നാളെ പുലർച്ചയ്ക്ക് ഇന്ത്യൻ സമയം പുലർച്ചെ നടക്കാൻ പോകുന്ന മത്സരങ്ങളിൽ അർജന്റീനയും ബ്രസീലും ഇറങ്ങുന്നുണ്ട്. രണ്ടുപേരുടെയും ഹോം ഗ്രൗണ്ടിലാണ് മത്സരം. അർജന്റീന വേൾഡ് കപ്പ് യോഗ്യത ഓൾറെഡി നേടിയിട്ടുണ്ട്. പരുക്കും സസ്പെൻഷനൊക്കെ ആയിട്ട് കഴിഞ്ഞ കളിയിൽ കുറെ താരങ്ങളില്ലാതെയാണ് അർജന്റീന ഒരു പുതിയ 11 ആയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൽ ഫുൾ ടീമിനായിട്ട് മെസ്സി അടക്കം അടങ്ങുന്ന ഒരു ഫുൾ ടീം തന്നെ ആയിരിക്കും കൊളംബിയക്കെതിരെ മത്സരിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി അർജന്റീന യോഗ്യത നേടി 15 മത്സരങ്ങളിൽ 34 പോയിന്റുമായിട്ട് നമ്പർ 1 മറ്റുള്ള ടീമുകൾ ബഹുദൂരം പിന്നിലാക്കിയിട്ടാണ് വേൾഡ് കപ്പിന് യോഗ്യത നേടിയിരിക്കുന്നത്. അപ്പൊ നാളത്തെ മത്സരത്തിൽ എന്താ പ്രത്യേകത പറഞ്ഞാൽ കൊളംബിയ കോപ്പ അമേരിക്കയിൽ അർജന്റീനയോട് ഒരു ഗോളിന് പരാജയപ്പെട്ടു. എക്സ്ട്രാ ടൈമിൽ മാർട്ടിനസ് നേടിയ ഗോളിൽ അർജന്റീന കപ്പിൽ മുത്തമിട്ടു. അന്ന് തുടങ്ങിയ കൊളംബിയക്ക് അർജന്റീനയോടുള്ള തീരാത്ത പക. അതിനുശേഷം വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ 1-2 അർജന്റീനയെ പരാജയപ്പെടുത്തി. അപ്പോൾ നാളത്തെ മത്സരത്തിലും പരാജയപ്പെടുത്തുന്ന റോഡ്രിഗോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ നാളെ ആ 2-1 പരാജയത്തിന് പകരം വീട്ടാനുള്ള ഒരു അവസരമാണ് സ്കൊളോണിക്കും അർജന്റീനയ്ക്കും. തീർച്ചയായിട്ടും അർജന്റീന ഹോം ഗ്രൗണ്ടിലാണ് മത്സരം നടക്കുന്നത്. ഒരു ഫുൾ ടീം തന്നെ ആയിട്ടായിരിക്കും അർജന്റീന ഇറങ്ങാൻ പോകുന്നത്. ടാഗ്ലിഫിക്കോയ്ക്ക് മാത്രമാണ് യെല്ലോ കാർഡ് കിട്ടിയിട്ട് സസ്പെൻഷനിലുണ്ട്. അപ്പോൾ ആളൊഴിച്ച് ബാക്കി എല്ലാവരും നാളത്തെ ഒരു മത്സരത്തിന് തയ്യാറാണ്. അപ്പൊ നാളത്തെ ഒരു മത്സരത്തിൽ സ്കൊളോണി എന്ത് 11 എന്താന്ന് പറഞ്ഞാൽ ഇനി ആൾക്ക് പരീക്ഷണങ്ങളാണ്. ഇനിയുള്ള 3 മത്സരങ്ങളും ആൾക്ക് പരീക്ഷിക്കാനുള്ള റൗണ്ട് 16 മത്സരങ്ങളാണ്. ഇനി സെപ്റ്റംബറിലാണ് റൗണ്ട് 17ഉം 18ഉം നടക്കാൻ പോകുന്നത് ഈ വർഷത്തെ. അപ്പോൾ നാളത്തെ മത്സരങ്ങളും ഇനിയുള്ള 3 മത്സരങ്ങളും സ്കൊളോണിക്ക് പുതിയ പുതിയ പ്ലേയേഴ്സിനൊക്കെ പരിശീലിക്കാം. പക്ഷെ ഫസ്റ്റ് 11 എന്തായാലും ഒരു അർജന്റീന ഫുൾ ടീം തന്നെ ആയിരിക്കും ഇറങ്ങുക. അതിൽ യാതൊരു സംശയമില്ല. മെസ്സി അടക്കം ഉള്ള ഒരു 11 തന്നെ ആയിരിക്കും ഗ്രൗണ്ടിൽ ഇറക്കാൻ പോകുന്ന സ്കൊളോണി. അർജന്റീന ഒരു സ്റ്റാർട്ടിങ്ങിലോ സാധ്യത 11 കുറിച്ചൊന്ന് പരിശോധിച്ചാലോ. എമി മാർട്ടിനസ് തന്നെ ആയിരിക്കും ഗോൾ കീപ്പർ ആയിട്ടുണ്ടാവുക. ഡിഫൻഡർമാരായിട്ട് ഒട്ടമെൻഡി തിരിച്ചെത്തിയിരിക്കുന്നു. ഒട്ടമെൻഡിയും റൊമാരോ തന്നെ ആയിരിക്കും ഡിഫൻഡർമാരായിട്ട്. ലെഫ്റ്റും റൈറ്റും ഡിഫൻഡർമാരായിട്ട് ഉണ്ടാവുക. മൊളിനോ ഉണ്ടാവും. ടാഗ്ലിഫിക്കോയ്ക്ക് പരുക്കായതുകൊണ്ട് അവിടെ ബലർഡി അല്ലെങ്കിൽ മെലൻഡീന ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൽ എൻസോ ഫെർണാണ്ടസ്, പാരഡൈസ്, ഡിപോൾ അത്രയായിരിക്കും ഉണ്ടാവുക. എൻസോ ഫെർണാണ്ടസും പാരഡൈസും തിരിച്ചെത്തിയിട്ടുണ്ട്. അതേപോലെ അറ്റാക്കിങ് നോക്കി കഴിഞ്ഞാൽ മെസ്സി, ജൂലിയാൻ ആൽവാരസ്, പിന്നെ അൽമോഡയ്ക്കാണ് കൂടുതൽ ചാൻസ് കാണുന്നത്. ബാക്കി ഇപ്പോൾ ഹാഫ് ടൈമിന് ശേഷമായിരിക്കും ബാക്കിയുള്ള 11 കൂടെ അർജന്റീന പരീക്ഷിക്കുക. എന്തായാലും നല്ല വാശിയായിട്ടുള്ള മത്സരമായിരിക്കും കൊളംബിയക്കെതിരെ ഉണ്ടാവും. കൊളംബിയ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. വാശിയേറിയ മത്സരം തന്നെയായിരിക്കും നാളെ കാണാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ കോപ്പ അമേരിക്ക കയ്യിൽ നിന്ന് പോയ ഒരു സങ്കടം തീർക്കൽ ഇനിയും കൊളംബിയക്ക് തീർന്നിട്ടില്ല. അപ്പോൾ അതിന് അവർ നല്ലൊരു ഫൈറ്റ് കൊടുക്കും. അവസാനത്തെ മത്സരത്തിൽ പരാജയപ്പെടുത്തിയതിന്റെ പ്രതികാരം തീർക്കാൻ അർജന്റീനയും രംഗത്താണ്. അപ്പോൾ എന്തായാലും തീപ്പാറിയ മത്സരം തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കാത്തിരുന്ന് കാണാം നമുക്ക് എന്തായിരിക്കും റിസൾട്ട്. നിങ്ങളുടെ വിലപ്പെട്ട കമന്റ് ഗോൾ പ്രഡിക്ഷൻ എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ. അതുപോലെ ഈ മത്സരത്തിൽ യെല്ലോ കാർഡ് കിട്ടുകയാണെങ്കിൽ ലൊസെൽസിയോ, അൽമാഡ, മാർട്ടിനസ്, ഡിപോൾ, ആൽവാരസ് ഇവർക്കൊക്കെ അടുത്ത മത്സരം നഷ്ടപ്പെടാനാവും. പ്രശ്നമല്ല, അടുത്ത മത്സരം നഷ്ടപ്പെടുകയാണെങ്കിലും അവിടെ ഒരുപിടി താരങ്ങൾ റെഡിയായി നിൽക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു പുതിയ അവസരങ്ങളാണ്. നമുക്ക് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിന് പാരഡൈസിനും ലെസൽസിയൊക്കെ പരുക്ക് വന്ന് നിൽക്കുന്ന സമയത്തും ലെസൽസിയൊക്കെ പരുക്ക് വന്ന് നിൽക്കുന്ന സമയത്ത് ടീമിലേക്ക് പുതിയതായിട്ട് വന്ന എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററൊക്കെ അവരാണ് അർജന്റീനയ്ക്ക് വേണ്ടി ചരിത്രം തിരുത്തിയത്. അതുവരെ അർജന്റീന ടീമിൽ അറിയാതിരുന്ന ആൾക്കാരായിരുന്നു എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററൊക്കെ. അവിടുന്ന് തുടങ്ങിയ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു നികത്തല്ല, അതിന്റെ അപ്പുറത്തായിരുന്നു അവരുടെ പെർഫോമൻസ്. അങ്ങനെ അവസാനത്തെ മത്സരം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ മെസ്സിയും നമ്മുടെ മാക്കലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും ഒന്നും ഇല്ലാതെയും അർജന്റീനയ്ക്ക് ജയിക്കാൻ പറ്റുന്നത് അർജന്റീന കോൺഫിഡന്റ് ആണ് ഇപ്പോ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം കളി. കൊളംബിയക്ക് ഈ ഒരു മത്സരം അർജന്റീനയോട് പകവെട്ടിൽ മാത്രമല്ല, അവർക്ക് ജയിച്ചേ പറ്റൂ. എന്താന്ന് പറഞ്ഞാല് ക്വാളിഫയറിൽ 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 21 പോയിന്റുമായിട്ട് 15 മത്സരങ്ങൾ കംപ്ലീറ്റ് 6ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ ക്വാളിഫയർ നേടണമെങ്കിൽ നാളത്തെ മത്സരങ്ങൾ ജയിച്ച് 3 പോയിന്റ് സ്വന്തമാക്കിയേ പറ്റൂ. നമുക്ക് ഇതുവരെ ക്വാളിഫയർ നേടിയ ഒരു പട്ടിക ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അർജന്റീന 1ാം സ്ഥാനത്തുള്ള 15 മത്സരങ്ങളിൽ നിന്ന് 11 വിജയവും 1 സമനിലയും 3 തോൽവി അടക്കം ഈ 34 പോയിന്റുമായി 1ാം സ്ഥാനത്താണ്. 2ാം സ്ഥാനത്തുള്ള ഇക്വഡോർ 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 7 വിജയവും 6 ഡ്രോയും 2 തോൽവി അടക്കം 24 പോയിന്റുമായി 2ാം സ്ഥാനത്ത്. അതേ പോയിന്റ് ആയിട്ടാണ് 15 മത്സരങ്ങളിൽ 6 വിജയവും 4 ഡ്രോയും 3 തോൽവി അടക്കം പരാഗയാണ് 3ാം സ്ഥാനത്തുള്ളത്. 4ാം സ്ഥാനത്ത് ബ്രസീലാണ്. 15 മത്സരങ്ങൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ 6 വിജയവും 4 ഡ്രോയും 5 തോൽവി അടക്കം 22 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്തുള്ളത്.
5ാം സ്ഥാനത്തുള്ള ഉറുഗ്വയാണ് 15 മത്സരങ്ങളിൽ നിന്ന് 5 വിജയവും 6 സമനിലയും 4 തോൽവി അടക്കം 21 പോയിന്റുമായിട്ട് ഉറുഗ്വ തൊട്ട് താഴെയുണ്ട്. 6ാം സ്ഥാനത്താണ് കൊളംബിയ കിടക്കുന്നത്. 7ാം സ്ഥാനത്ത് വെനിസുലയുണ്ട്. അപ്പോൾ കൊളംബിയയ്ക്ക് നാളത്തെ കളി ജയിച്ചേ പറ്റും. അപ്പൊ എന്തായാലും കൈമൈ മറന്ന് കൊളംബിയ നേരിടും. അതിനെ എങ്ങനെ മറുപടി കൊടുക്കുന്ന അർജന്റീന കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നതാണ്.